ഒരു വിഷയം ഹലാലാകാൻ ഒരുപാട് വഴിയുണ്ട്. മദ്രസയിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾക്കറിയാം, ജീവൻ നിലനിർത്താൻ വേണ്ടി ചത്ത പന്നിയുടെ മാംസം കഴിക്കൽ ഹലാലാണ്, തൊയ്യിബാവൂല. ജീവൻ നിലനിർത്താൻ ഒരാൾക്ക് ജീവൻ പോകാൻ പോവുകയാണ്, അപ്പൊ ഒരു പന്നി ചത്തിടക്കുന്നുണ്ട്. ജീവൻ നിലനിർത്താൻ വേണ്ടി ചത്ത പന്നിയുടെ മാംസം കഴിക്കൽ ഹലാലാകും, പക്ഷേ അത് തൊയ്യിബാവൂല. ഹലാല് വേറെയാണ്, തൊയ്യിബ് വേറെയാണ്. തൊയ്യിബ് എന്ന് പറഞ്ഞാൽ നൽകുന്നവന് തൃപ്തി ഉണ്ടായിരിക്കണം, അപ്പോൾ മാത്രമേ തൊയ്യിബാവുള്ളൂ. കച്ചവടമാണ് ഉദാഹരണം. കച്ചവടം ചെയ്യാണ് ഒരാളത്തെ എന്തെങ്കിലും ഒരു മുതലുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് എനിക്ക് മൊബൈൽ കച്ചവടമാണെന്ന് വിചാരിക്കാം. എനിക്ക് മൊബൈൽ കച്ചവടമാണ്, ഞാൻ ജപ്പാനിൽ നിന്ന് ഇറക്കിയതാണ് ഈ മൊബൈൽ എന്ന് വിചാരിച്ചോളി. വിചാരിക്കാപ്പം എന്തും വിചാരിക്കാലോ. ഇത് ഫ്രീ കിട്ടിയതാണ്, മൊലയന്മാരൊന്നും കൈയെടുത്ത് വാങ്ങലില്ല, ഒക്കെ ഫ്രീ കിട്ടിയതാണ്. ഇത് ജപ്പാനിൽ നിന്ന് ഞാൻ ഇറക്കുമതി ചെയ്തതാണെന്ന് വിചാരിച്ചോളി. ഇതിന് 10,000 രൂപയാണ് എനിക്കവിടെ വില. ഇൻ്റെ മുതലാണ്. എനിക്ക് 15-ന് വിൽക്കാം, 20-ന് വിൽക്കാം. വേണ്ടവർ മേടിച്ചാൽ മതി, താല്പര്യം ഉണ്ടെങ്കിൽ മേടിച്ചാൽ മതി. 20-ന് ഇത് വാങ്ങി എഴുതിയിട്ട് ആൾക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല. നഷ്ടമാവുമെങ്കിൽ കൊള്ളലാഭാവും, അതുകൊണ്ട് പറ്റൂല. 20-ന് വാങ്ങാം, ഹലാലാവും. തൊയ്യിബാകണമെങ്കിൽ ഇത് വാങ്ങിയ ആള് ഇതിൻ്റെ ഒറിജിനൽ വില അറിയുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാവണം. മനസ്സിലായില്ല നിങ്ങൾക്ക്? പള്ളിൻ്റെ അടുത്ത് 10 സെൻറ്റ് സ്ഥലമുണ്ട് കച്ചവടത്തിന്. നമ്മളത് വാങ്ങി സെൻറ്റിന് 1,00,000 റുപ്യയായിട്ട് 10 ലക്ഷം റുപ്യക്ക് വാങ്ങി എന്ന് വിചാരിച്ചോളി. എവിടുന്നാ അപ്പം സെൻറ്റിന് 1,00,000-ന് കിട്ടാന്നാൽ കുറച്ച് വേണമെന്നൊന്നും പറയാൻ വരണ്ട, വിചാരിക്കാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പള്ളിൻ്റെ അടുത്ത് 10 സെൻറ്റ് സ്ഥലമുണ്ട്, സെൻറ്റിന് 1,00,000 റുപ്യയായിട്ട് 10 ലക്ഷം റുപ്യക്ക് നമ്മളത് വാങ്ങിയിട്ട് പട്ടയം ഉണ്ടായിരുന്നില്ല, പട്ടയം വാങ്ങി നികുതി അടച്ചു. സൈഡ് ചോന്ന കല്ലുകൊണ്ട് 4 വരി കെട്ടി വൃത്തിയാക്കി, കുറച്ച് JCB കൊടുത്തിട്ട് മണ്ണൊക്കെ ഒന്ന് നിരത്തി, കുറച്ച് വാഴ കുഴിച്ചിട്ടു, ദേശം മുരിങ്ങാക്കാലൊക്കെ നാട്ടി, അയിമ കുരുമുളകിൻ്റെ വള്ളിയൊക്കെ കയറ്റി. കണ്ടാൽ ഭയങ്കര റാഹത്ത്. ഒരു ഗൾഫേരൻ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആ പള്ളിൻ്റെ മുമ്പിലുള്ള 10 സെൻറ്റ് കൊടുക്കുമോ എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. എന്താ തരേണ്ടതെന്ന് ചോദിച്ചു. പിന്നെ ഞാനത് സെൻറ്റിന് 1,00,000 10 ലക്ഷത്തിന് വാങ്ങിയതാണ്. അതിന് പട്ടയം ഉണ്ടായിരുന്നില്ല, അത് ഞാൻ വാങ്ങിയിട്ടുണ്ട്, നികുതി അടച്ചിട്ടുണ്ട്, എൻ്റെ പേരിൽ രജിസ്റ്ററാണ്, സൈഡൊക്കെ ഞാൻ കെട്ടി വൃത്തിയാക്കിയതാണ്, ഇപ്പം കാണുന്ന കോലത്തിൽ ഞാൻ ആക്കിയതാണ്. സെൻറ്റും ഒരു 50 റുപ്യ കിട്ടണം, 15 ലക്ഷത്തിനാണെങ്കിൽ അനക്ക് തരാം എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കും. ഓനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോയിട്ട് 2 കച്ചവടക്കാരെ കണ്ടിട്ട് ചോദിച്ചു, എടാ നമ്മളെ പള്ളിയുടെ മുമ്പിലുള്ള അബ്ദുറഹ്മാൻ്റെ 10 സെൻറ്റ് വാങ്ങണമെന്നുണ്ട്, 15 റുപ്യയായിട്ട് തരാമെന്ന് പറയുന്നുണ്ട്, എങ്ങനെ ഉണ്ടാവും വാങ്ങിയാലെന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചവരൊക്കെ പറഞ്ഞു കുഴപ്പമില്ല, വാങ്ങിക്കോ, നല്ല സ്ഥലമാണ്, 15-ന് അത് നഷ്ടമൊന്നുമില്ലായിരുന്നു. അവസാനം അമ്മോൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അമ്മ കാക്കാം, നമ്മളാ പള്ളിൻ്റെ മുമ്പിലുള്ള അബ്ദുറഹ്മാൻ്റെ 10 സെൻറ്റ് ഞാൻ പെര വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങാൻ കരുതിയിട്ടുണ്ട്, 15 റുപ്യക്ക് തരാമെന്നാണ് പറയണത്, എന്താ നിങ്ങളെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അമ്മോനും പറഞ്ഞു വാങ്ങിക്കടാ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ വന്നുങ്ങാണ്ട് 1,00,000 റുപ്യ അഡ്വാൻസ് തന്നാണ്ട് ബാക്കി 3 മാസം കൊണ്ട് തരാമെന്നും പറഞ്ഞുങ്ങാണ്ട് പോകുമ്പോൾ കിട്ടണ 5 ലക്ഷം റുപ്യല്ലേ, തൊയ്യിബാണ്. അതങ്ങോട്ട് തിന്നാൻ കൊടുത്താൽ കുട്ടികൾ നേരാകാൻ വേറൊന്നും ചെയ്യണ്ട. ഇതാണ് തൊയ്യിബ്. ഇവിടെ നമ്മളെങ്ങനെ വിചാരിക്കണമെന്ന് വെച്ചാൽ ഇപ്പം നമ്മളെല്ലാവരും കച്ചവടക്കാരാണ്. എല്ലാ മനുഷ്യന്മാരും ഒരു നിലക്കല്ലെങ്കിൽ വേറെ നിലക്ക് കച്ചവടക്കാരായിക്കാരം. വാങ്ങാത്തവരും വിൽക്കാത്തവരും ആരുമില്ല. എല്ലാവരും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് കച്ചവടക്കാരാണ്. എത്രയ്ക്ക് ഇജ്ജത് വാങ്ങിയെന്ന് ചോദിച്ചാൽ അതിപ്പോൾ എന്തിനാ ഇജ്ജറിയണതെന്ന് ചോദിക്കും. വാങ്ങിയ വില നമ്മൾ പറയാൻ തയ്യാറില്ല. എന്തേ കാര്യം അതന്നെയാണ് പ്രശ്നം. ഏറ്റവും നല്ല അമല് കച്ചവടമാണ്. കേടൊന്നാൽ അത്ര മോശപ്പെട്ട വേറൊരു പണിയില്ല. നല്ലത് കേടൊന്നാലാണ് ഏറ്റവും മോശമാകുക. യത്തീങ്ങാനെന്ന് ചാടിപ്പോയാൽ പിന്നെ ഒന്നിനും പറ്റൂലല്ലോ. യത്തീങ്ങാനെന്ന് ദർസെന്ന് ചാടിപ്പോയ ആൾക്കാരൊന്നും പിന്നെ ഒന്നിനും പറ്റാതാവും. നല്ലത് കേടെന്നാൽ ഒറ്റ മോശമായി. ഏറ്റവും നല്ല അമൽ കച്ചവടമാണ്. ഏറ്റവും നല്ല സ്വാലിഹായ നല്ല വരുമാനമുള്ള കച്ചവടക്കാരന് സിദ്ദീഖുൽ അക്ബറിന്റെ കൂടെ സ്വർഗത്തിലുണ്ടാകുമെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്.
അത്താജിറു സ്വദൂഖുൽ അമീനു മഅൻ നബിയ്യീന വസ്സുദ്ദീഖീൻ, വിശ്വസ്തനും സത്യസന്ധനുമായ കച്ചവടക്കാരൻ അമ്പിയാക്കളോടും സുദ്ദീഖീങ്ങളോടും ഒപ്പം സ്വർഗത്തിലാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. വിശ്വസ്തനും സത്യസന്ധനുമായ കച്ചവടക്കാരൻ. അപ്പൊ കച്ചവടത്തിൽ രണ്ടെണ്ണം വേണം. വിശ്വസ്തത മാത്രം പോരാ, സത്യസന്ധത മാത്രം പോരാ, കച്ചവടത്തിൽ രണ്ടും വേണം. എന്നാൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ കൂടെ സ്വർഗത്തിലാവും. സിദ്ദീഖ് റളിയല്ലാഹുവിനും കച്ചവടക്കാരനായിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹുവിന് കച്ചവടക്കാരനായിരുന്നു, തുണി വ്യാപാരിയായിരുന്നു. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുണിക്കച്ചവടക്കാരനാണ്. ഖലീഫയായി മഹാനവറുകൾ ഖിലാഫത്ത് ഏറ്റെടുത്തതിന്റെ പിറ്റേ ദിവസം മൂപ്പര് തുണിക്കച്ചവടത്തിന് പോവുകയാണ്. ചുമടക്കൂടി ഏറ്റിങ്ങാണ്ട് വഴിയിൽ നിന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹുവിനെ കണ്ടു. എവിടുക്കാപ്പം നിങ്ങൾ പോണതെന്ന് ചോദിച്ചു. ഞാൻ കച്ചവടത്തിന് പോകുകയാണ് പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെ കച്ചവടത്തിന് പോയാല് നാട്ടുകാരെ കാര്യം ആരാ നോക്കുക എന്ന് ചോദിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, ഞാൻ കച്ചവടത്തിന് പോകാതെ ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞിരുന്നാല് എൻ്റെ കുട്ടികളെ കാര്യം ആരാ നോക്കുക പറഞ്ഞു. ഉമർ റളിയല്ലാഹു എന്ത് ചെയ്തു വെച്ചാല് സിദ്ദീഖ് റളിയല്ലാഹുവിനെ കൂട്ടിയിട്ട് ബൈത്തുൽ മാലിന്റെ സൂക്ഷിപ്പുകാരനായ സഹാബിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. പൊതു ഖജനാവിന്റെ സൂക്ഷിപ്പുകാരനായ ഖജാജിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഈ അബൂബക്കർ സിദ്ദീഖ് ഇങ്ങനെ കച്ചവടത്തിന് പോയാല് നാട്ടിലെ കാര്യം മൊത്തം പ്രശ്നമാവും, അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ചെലവ് ബൈത്തുൽ മാലിൽ നിന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു. ബൈത്തുൽ മാലിന്റെ സൂക്ഷിപ്പുകാരൻ പറഞ്ഞു, ആയിക്കോട്ടെ, ഒരാളെ ചെലവ് കൊടുക്കാറുണ്ട്. ഒരാളെ. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാളതോ, ബാക്കിയുള്ളവരുടെ എന്താ കാട്ടുക ചോദിച്ചു. ഒരാളത് കൊടുത്തിട്ട് ബാക്കിയുള്ളവരുടെ എന്താ കാട്ടുക? സൂക്ഷിപ്പുകാരൻ പറഞ്ഞു, ഒന്നായിക്കോട്ടെ, രണ്ടാളത് ഭാര്യന്റെ കൂടിയും കൊടുത്തോളാറുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റൂലായിരുന്നു. രണ്ടാളത് കൊടുത്തിട്ട് കുട്ടികളത് എന്താ കാട്ടുക എന്ന് പറഞ്ഞു. ഈ ശമ്പളത്തിന് തിരക്കൂടൽ അന്ന് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. അത് കൊടുക്കാനുള്ള മടി അക്കാലത്ത് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഉണ്ടായി. ഉസ്താദന്മാരാരെയും സ്വകാര്യത്തിൽ കണ്ടിട്ടില്ല, വാട്സപ്പിൽ ബന്ധപ്പെട്ടിട്ടില്ല, ഒരു സംഭവവും ഇല്ല. നമ്മളൊക്കെ മലപ്പുറത്തേരും മലബാറുകാരും ഒക്കെ ആയതുകൊണ്ട്, മലപ്പുറം കോഴിക്കോട് ആയതുകൊണ്ട് ഏകദേശം നാട്ടിൽ എങ്ങനെയൊക്കെയാന്ന് എനിക്കറിയാലോ, അതുകൊണ്ട് ഇങ്ങനെ പറയാന്നേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ അതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തോന്നും, ഇവിടുന്ന് ആരോ ഫോൺ ചെയ്തിട്ടുണ്ട് മൂപ്പർക്ക് തോന്നും. ഒന്നാമത് ഫോൺ ചെയ്താൽ എടുക്കുന്ന സ്വഭാവം തന്നെ എനിക്കില്ല എന്നുള്ളതാണ്. വാട്സപ്പ് എപ്പോഴേലൊക്കെ ഒന്ന് നോക്കും എന്നുള്ളതാണ് സംഗതി. നമ്മളൊക്കെ നാടുകളിൽ ഇങ്ങനെയാണ്. എന്തായാലും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബറിനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇങ്ങനെ പറഞ്ഞു. അവസാനം ഒരു ദിവസത്തിന് ഒരാടിൻ്റെ പകുതി നൽകാമെന്ന് തീരുമാനമായി. അന്ന് ഏറ്റവും വില കുറഞ്ഞ സാധനം ആടാന്നും കൂടിയും പരിഗണിക്കണം കേട്ടോ. എല്ലാവരുടെ ഉള്ള സാധനം ആടാണ്. ഒരാടിൻ്റെ പകുതി ഒരു ദിവസത്തേക്ക് കണക്കാക്കിയിട്ട് നൽകാമെന്ന് തീരുമാനമായി. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മാലിൽ നിന്ന് ഒരു ദിവസത്തിന് ഒരാടിൻ്റെ പകുതിയുടെ ഖദർ കണക്കനുസരിച്ച് കൈപ്പറ്റി ജീവിച്ചു. പക്ഷേ മഹാനവറുകൾ വഫാത്തിന്റെ മുന്നേ തനിക്കുണ്ടായിരുന്ന മുതൽ വിറ്റിട്ട് ബൈത്തുൽ മാലിൽ നിന്ന് കൈപ്പറ്റിയ മുഴുവൻ ശമ്പളവും തിരിച്ചടച്ചുകൊണ്ടാണ് വഫാത്തായത്. വഫാത്താവുന്നതിന് മുമ്പ് തൻ്റെ ഒരു മുതലുണ്ടായിരുന്നു അനന്തരമായി വന്ന, അത് മുഴുവൻ വിറ്റിട്ട് ബൈത്തുൽ മാലിൽ നിന്ന് ലഭിച്ച മുഴുവൻ ശമ്പളവും തിരിച്ചടച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനായിരുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനായിരുന്നു. എന്താ ഉമർ ഖത്താബിന്റെ പണി നിരങ്ങള്? സ്ഥലക്കച്ചവടം. സീറത്തുൽ ഹലബിയിലുണ്ട്, ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്ഥലക്കച്ചവടക്കാരനാണ്, ബ്രോക്കറാണ്. 10 സെന്റ് 5 സെന്റ് 25 സെന്റ് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്, പോയി നോക്കുക, അളക്കുക. ഇതന്നെ ആര്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. സ്ഥലക്കച്ചവടമാണ്. ഓല് ചെയ്യാത്തൊരു പണിയൊന്നുമില്ല, ഓലെല്ലാ പണിയും ചെയ്തിട്ടുണ്ട്. അവരെ മാതൃകയാക്കണം, അപ്പളാ വിജയിക്കാൻ പറ്റാം, അപ്പളാ വിജയിക്കാം. നമുക്ക് ഇങ്ങനെ തോന്നുകയാണ് എന്ത്, കച്ചവടമാകുമ്പോൾ ദേശം അങ്ങനെയൊക്കെ ഉണ്ടാവുന്നു. എങ്ങനെ ഉണ്ടാവുന്ന അപ്പി പറഞ്ഞത്? മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനാണേ. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തമായി കപ്പലുണ്ട് എന്ന് പറഞ്ഞത് എന്ത് കപ്പലാന്ന് നിങ്ങള്? കച്ചവടച്ചരക്ക് കൊണ്ടുവരുന്ന കപ്പല്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് കപ്പലിൽ ചരക്ക് കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയിരുന്ന സൂപ്പർ മാർക്കറ്റിന്റെ ഉടമയാണ്. വലിയ ബിസിനസ്സാണ്, ഹോൾസെയിലാണ്. എന്നിട്ടെന്തേ? ഒരു കുഴപ്പമില്ല. നല്ലവർക്ക് ചെയ്യണമെന്ന് കരുതിയാലും നടക്കാത്ത കാര്യമൊന്നുമില്ല. ബഹുമാനപ്പെട്ട
സഹാബത്തിലെ ഏറ്റവും പ്രമുഖനായ കച്ചവടക്കാരനായിരുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കത്തുനിന്ന് വന്ന മുഹാജിരീങ്ങളിൽപ്പെട്ട ഒരാളെയും മദീനയിൽ താമസമുണ്ടായിരുന്ന അൻസാരികളിൽപ്പെട്ട ഒരാളെയും തമ്മിൽ കൂട്ടുകാരനാക്കിയപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന കച്ചവടക്കാരനാണ്. കയ്യും വീശിട്ടാ വന്നത്, ഒന്നുമില്ല. നബി തങ്ങൾ മദീനത്തെത്തിയതിന് ശേഷം ആദ്യം ചെയ്തത് മക്കത്തുനിന്ന് വന്ന ഒരാളെയും മദീനത്തുനിന്ന് വന്ന ഒരാളെയും തമ്മിൽ കൂട്ടുകാരനാക്കി. നമ്മളെ പള്ളിക്കൊക്കെ ദർസോ അല്ലെങ്കിൽ ഇഫ്ള് കോളേജിക്കൊക്കെ കുട്ടികൾ വന്നാൽ വന്ന ദിവസം ഓരോ കുട്ടീനെ വിളിച്ചുകൊണ്ട് ഓരോരുത്തരെടുത്ത് കൊടുക്കും. ഇത് ഉച്ചക്ക് ഇയ്യ് കൊണ്ടേക്കോ, രാത്രി ഇയ്യ് കൊണ്ടേക്കോ, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഏൽപ്പിക്കും എന്ന മാതിരി മക്കത്തുനിന്ന് വന്ന ആൾക്കാരെ മദീനത്തുള്ള ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുക്കുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ ഒരു അൻസാരിക്ക് കിട്ടി, ഒരു സഹാബിക്ക്. മൂപ്പര് പെരെ കൊണ്ടുപോയിട്ട് രാത്രി ചോറൊക്കെ കൊടുത്ത് കിടക്കാൻ നേരത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് അൻസാരി പറഞ്ഞു, നാളെ നേരം പുലർന്നാൽ എനിക്ക് 2 തോട്ടങ്ങളുണ്ട്, എനിക്ക് 2 പ്രധാനപ്പെട്ട കൃഷിത്തോട്ടങ്ങളുണ്ട്, ഈത്തപ്പഴവും മുന്തിരിയുമെല്ലാമുള്ള തോട്ടം. നീ നാളെ നേരം പുലർന്നാൽ എൻ്റെ 2 തോട്ടങ്ങളെയും ഒന്ന് നടന്നു കാണണം. അതിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണോ ആ തോട്ടം ഞാൻ നിനക്കു തരാം എന്ന് പറഞ്ഞു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് ആ അൻസാരി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് നിങ്ങളെ തോട്ടമൊന്നും വേണ്ട, എനിക്ക് നാളെ നേരം വെളുത്താൽ നിങ്ങൾ മാർക്കറ്റിക്കൊന്ന് എൻ്റെ ഒപ്പം വന്നിട്ട് കച്ചവടം കിട്ടുന്ന സ്ഥലം ഒന്ന് കാണിച്ചു തന്നാൽ മതി പറഞ്ഞു. നമ്മളോടൊക്കെയാണ് ഇപ്പം എനിക്ക് 2 തോട്ടം ഉണ്ട്, അതിലൊന്ന് എനക്കണ്ട് തരാമെന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ അവർ തന്നാളി അറിയാം. നമുക്ക് ഓസി കിട്ടിയാൽ ഓൽമെൻറ്റും തിന്നാന്നുള്ളതാണ് നമ്മളെ പരിപാടി. അങ്ങനെയുള്ള എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്തൊരു കേസാണ് ഈ BPL കാർഡിന് എന്താണ് അപേക്ഷ കൊടുക്കാൻ കാരണം. ഗവൺമെൻറ് പറയാം നിങ്ങൾ മുതലാളിയാണ് എന്ന്. അപ്പം നമ്മൾ പറയാം അല്ലേ ഞാൻ ഫക്കീറാവുന്നു എന്ന് അപേക്ഷ കൊടുക്കുക. ശരിക്കും പൈസക്കാരനാകാനാണല്ലോ അപേക്ഷ കൊടുക്കേണ്ടത്, ദരിദ്രനാവാൻ അപേക്ഷ കൊടുക്കേണ്ടതിൻ്റെ കാരണം എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായിട്ടില്ല. ഞാനിത് നിങ്ങളോട് തമാശ കൂടെ പറയുകയാണെങ്കിൽ ഇതൊരു ഗൗരവമുള്ള വിഷയം കേട്ടോ. മൻ ഫതഹ അലാ നഫ്സിഹി ബാബം മിനൽ മസ്അലതി ഫതഹ അല്ലാഹു അലൈഹി 70 ബാബം മിനൽ ഫഖർ ഹബീബുനാ റസൂലുള്ളാഹി. നല്ലോണം മനസ്സിലായിക്കോളി. റമദാൻ മാസം വരുന്നുണ്ട്, 25 വരുന്നുണ്ട്, നല്ല മനസ്സിലായിക്കോളി. മൻ ഫതഹ അലാ നഫ്സിഹി ബാബം മിനൽ മസ്അല, ആരെങ്കിലും സ്വന്തത്തിന്റെ മേലില് യാചനയുടെ സഹായാഭ്യർത്ഥനയുടെ ഒരു വാതിൽ തുറന്നാൽ ഫതഹല്ലാഹു അലൈഹി 70 ബാബം മിനൽ ഫഖർ, അല്ലാഹു അവന്റെ മേൽ ദാരിദ്ര്യത്തിന്റെ 70 വാതിൽ തുറക്കുന്നതാണ്. അപേക്ഷ കൊടുക്കുന്നവൻ എക്കാലവും അപേക്ഷ കൊടുത്തുകൊണ്ടിരിക്കും. എന്തേ? ദരിദ്രനായി തുടരുന്നതിന്റെ പിന്നിൽ ദരിദ്രനായി തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന ഒരു രഹസ്യം ഇരിക്കുന്നുണ്ടെന്നാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് പടച്ചോനറിയാം. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. അപ്പുറത്തുള്ള പെണ്ണുങ്ങൾക്ക് വല്ല റേഞ്ചും കിട്ടുന്നുണ്ടോന്നാവോ? എന്തായാലും നല്ല കേട്ടോളി, 25 വരുന്നുണ്ടല്ലോ. ഒരാൾ തൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ മേൽ സഹായാഭ്യർത്ഥനയുടെ ഒരു വാതിൽ തുറന്നാൽ അള്ളാഹു അവൻ്റെ മേൽ ദാരിദ്ര്യത്തിൻ്റെ 70 വാതിൽ തുറക്കും. ദരിദ്രനായി തുടരുന്നതിന്റെ പിന്നിൽ ദരിദ്രനായണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന ഒരു പ്രശ്നമുണ്ട്. രോഗിയായി തുടരുന്നതിന്റെ പിന്നിൽ രോഗിയാണ് എന്നതിൽ അഭിമാനം കണ്ടെത്തുന്നുണ്ട് എന്ന ഒരു പ്രശ്നം ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, മനസ്സിലാകുന്നത് വരെ ഞാൻ പറയും, നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ തയ്യാറായാൽ മതി. എന്താ പറഞ്ഞു? ആദ്യം പറഞ്ഞത് ദരിദ്രനാകുന്നതിൻ്റെ പിന്നിൽ ദരിദ്രനായി തുടരാൻ ആഗ്രഹിക്കുന്നു എന്നൊരു വിഷയമുണ്ട്. 25 സക്കാത്ത് കിട്ടിയെന്ന് വിചാരിക്കുക.
25 നേരം വെളുത്തേക്കിന് സുബീൻ്റെ മുമ്പ് തന്നെ ഇറങ്ങി പുറപ്പെട്ടു. എല്ലാവരുടെ അടുത്തും പോയിട്ട് 50 ഉറുപ്പ്യ വാങ്ങി കുറച്ച് പൈസ കിട്ടി. ആ പൈസക്ക് ഇങ്ങനെ കിട്ടിയിട്ട് വൈകുന്നേരം ഇങ്ങനെ വന്നുങ്ങാണ്ട് അതിങ്ങനെ നോക്കിയിട്ട് എണ്ണിങ്ങാണ്ട് അങ്ങനെ മനസ്സിൽ പറയും, പടച്ചോനെ ഇക്കൊല്ലത്തെ 25 രാവ് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പടച്ചോനെ കായ് വളരെ കുറവായിരുന്നു. അടുത്ത കൊല്ലത്തെ 25 രാവിനെങ്കിലും കുറച്ച് തോനക്കായ് തരണേ അല്ലാ. ഓൻ്റെ കൽബിലുള്ള ആഗ്രഹം എന്താ അതിൻ്റെ അർത്ഥം? അടുത്ത കൊല്ലത്തെ 25 രാവിനും എന്നെ തെണ്ടിയാക്കണേ എന്നല്ല അതിൻ്റെ അർത്ഥം. എന്താ ഓനെ നേരെ തിരിച്ചാഗ്രഹിച്ചാൽ, പടച്ചോനെ ഈ കൊല്ലത്തെ 25 രാവിന് എനിക്ക് ആൾക്കാരുടെ അടുത്ത് നിന്ന് കായ് വാങ്ങേണ്ടി വന്നു, അടുത്ത കൊല്ലത്തെ 25 രാവിനെങ്കിലും എല്ലാവർക്കും പൈസ കൊടുക്കാനുള്ള ഒരു തൗഫീഖ് നീ എനിക്ക് തരണേ പടച്ചോനെ എന്ന് ദ്വാരന്നിരുന്നെങ്കിൽ എന്താ അള്ളാഹ്ക്ക് നമുക്ക് തരാൻ പാടില്ല എന്ന് വല്ല വാശിയുണ്ടോ? ദരിദ്രനായി തുടരുന്നതിൻ്റെ പിന്നിൽ എന്താ ഈ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അത് പൊട്ടുമുറിയൊന്നുമല്ല. ബർക്കത്ത് നമ്മളുള്ള ബർക്കത്ത് നമ്മൾ കളയണ തന്നെയാണ്. നമ്മളുള്ള ബർക്കത്ത് നമ്മൾ തന്നെ കളയണത്. എന്താ മുതലാളിയാവാൻ ആഗ്രഹിച്ച വല്ല പ്രശ്നമുണ്ടോ? അള്ളാഹുവേ 3 സെന്റ് സ്ഥലം അതിൽ ചെറിയ ഒരു പെരിന്തരനെ പഠിച്ചോനേന്ന് മൂപ്പര് ദുആണത്. ഉംറക്ക് പോയിട്ട് അവിടുന്ന് ദ്വാരക്ക 3 സെന്റ് സ്ഥലം അതിൽ ചെറിയൊരു പെരയും. അള്ളാൻ്റെ അടുത്ത് 10 സെന്റ് ഇല്ലല്ലോ എനിക്ക് തരാൻ. ആരോടാ ഈ ദ്വാരക്കണേ? 10 സെന്റ് ഇല്ലാത്തവനോടാ ദ്വാരക്കണേ? എന്താ ഒരു 10 സെന്റ് സ്ഥലം അതിലൊരു 2 നിലയുള്ള പെരയും മുറ്റത്തൊരു കാറും ഒക്കെ ആഗ്രഹിച്ചാൽ വരിക? ആഗ്രഹിച്ചാലേ കിട്ടൂ, അല്ലാത്ത കിട്ടൂല. കൽബിൻ്റെ ആഗ്രഹത്തെയാണ് ദുആ എന്ന് പറയണത്. കൽബിൻ്റെ ആഗ്രഹം ദുആയിൽ ഏറ്റവും പ്രധാനമാണ്. അപ്പൊ എന്തേ ദരിദ്രനായി തുടരുന്നതിൻ്റെ പിന്നിൽ ദരിദ്രനായി തുടരാൻ അവൻ ആഗ്രഹമുണ്ട് എന്നൊരു വിഷയം ഇരിക്കുന്നുണ്ട്. ഞാൻ സാധുവായാ മതി എന്നൊരു ചിന്ത അവൻ്റെ അടുത്തുണ്ട്. രോഗിയായി തുടരുന്നതിൻ്റെ പിന്നിൽ രോഗത്തിൽ അഭിമാനം കണ്ടെത്തുന്നുണ്ട്. ഞാൻ ഒരിക്കൽ ഇങ്ങനെ ആ മണ്ണാർക്കാട് ഭാഗത്ത് പാലക്കാട് ഭാഗത്തേക്ക് ഒരു പരിപാടിക്ക് പോയപ്പോൾ എൻ്റെ ഒപ്പം ജാമ്യയിൽ പഠിച്ചിരുന്ന ഒരാൾ ഖുതുബോദിനൊരു പള്ളി കയറി അസർസ്കരിക്കാൻ. അപ്പോൾ അസർസ്കാരം കഴിഞ്ഞപ്പോൾ മൂപ്പര് ഓടി വന്നിട്ട് മുന്നിലുള്ള ഒരു ബേക്കറിയിൽ നിന്ന് ഒരു ചായ ഒരു കടിയൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ ഞാൻ അതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വയസ്സായ ആൾ വന്നു. വയസ്സായ ആൾ അപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഫൈസി എന്നോട് പറഞ്ഞു, ഞങ്ങളെ മഹലിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്, ഇവിടുത്തെ എല്ലാ ദീനീ കാര്യങ്ങൾക്കും മൂപ്പര് മുമ്പന്തിയിലുണ്ടാവും, നിങ്ങൾ മൂപ്പർക്ക് വേണ്ടി ദ്വാരക്കണം, മൂപ്പർക്ക് ഒരു ബൈപ്പാസൊക്കെ കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോൾ ഇയാളും കൂടി നീച്ചിട്ട് പറഞ്ഞു, ഒരു ബൈപ്പാസോ 2 ബൈപ്പാസ് കഴിഞ്ഞിട്ടുണ്ട് കാരണം വല്ല ആന ഉണ്ട് എന്ന് പറയും പോലെ. ഈ ബൈപ്പാസ് കഴിഞ്ഞു എന്ന് പറഞ്ഞത് ഇത്ര അഭിമാനമുള്ളൊരു വിഷയമാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. കല്യാണ നിശ്ചയത്തിന് പോയിട്ടേ ഒരു മധുരമില്ലാത്ത ചായ എന്ന് പറയുമ്പോൾ മൂപ്പര് വിചാരം ഇതെന്തോ വലിയ സർട്ടിഫിക്കറ്റാണ് എന്നാണ്. മധുരമില്ലാത്ത ചായ കല്യാണ നിശ്ചയത്തിന് പോകാനുള്ള യോഗ്യതയാണ് അത് എന്നാണ് മൂപ്പര് വിചാരം. ഞാൻ എന്തങ്ങോട്ട് പറഞ്ഞത്, രോഗിയായി തുടരുന്നതിൻ്റെ പിന്നിൽ രോഗിയാകുന്നതിൽ അഭിമാനം കാണുന്നു എന്ന ഒരു പ്രശ്നമുണ്ട്. 8 ദിവസം ആശുപത്രിയിലായിരുന്നു, കോഴിക്കോട് ഡാഷ് ആശുപത്രിയിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അവതരണം കേട്ടാൽ മൂപ്പര് വല്ല കുവൈത്ത് നിന്ന് വരികയാണെന്ന് അപ്പം പറഞ്ഞത് തോന്നും. ആശുപത്രി കടന്ന് ഇത്ര വലിയ അഭിമാനമുള്ള കാര്യം. രോഗിയായി തുടരുന്നതിൻ്റെ പിന്നിൽ രോഗത്തിൽ അഭിമാനം കാണുന്നുണ്ട് എന്ന ഒരു പ്രശ്നമിരിക്കുന്നു. ദരിദ്രനായി തുടരുന്നതിൻ്റെ പിന്നിൽ ദരിദ്രനായി തുടരാൻ ആഗ്രഹിക്കുന്നു എന്ന ഒരു പ്രശ്നം ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് സക്കാത്ത് കിട്ടാൻ ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ്. സക്കാത്ത് വാങ്ങേണ്ടി വരുന്ന അവസ്ഥ ഇല്ലാതിരിക്കാനാണ് യഥാർത്ഥത്തിൽ ദുആ ചെയ്യേണ്ടത് എന്നാണ്. മദ്യം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളാണ് വൃത്തിയാക്കൽ ഇഷ്ടമുണ്ടായിരിക്കൂല എന്നുള്ളത്. ലഹരി ഉപയോഗിക്കുന്നവരുടെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം. കൂടുതൽ പറയാം, മദ്യം മയക്കുമരുന്ന് ലോകത്തെ പിടിച്ചു വിഴുങ്ങാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പരിഹാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. എല്ലായിടത്തും ഉണ്ട് വ്യാപകമായി. എന്താ നമ്മൾ വേണ്ടത്? 3 കാര്യങ്ങളാണ് മയക്കുമരുന്നിനെതിരെ വേണ്ടത്. 3 കാര്യങ്ങൾ. 1, ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക, അടയാളങ്ങളെ ശ്രദ്ധിക്കുക. ഉമ്മാര് വാപ്പാര് എല്ലാവരും അവനാൻ്റെ കുട്ടികളിൽ ലഹരിയുടെ അടയാളം കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. എന്താ ലഹരിയുടെ അടയാളങ്ങൾ? ഓരോന്നിനും ഓരോ അടയാളമാണ്, ഒന്നിച്ച് പറയാൻ കഴിയൂല.
മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, ശരീരം മെല്ലിച്ചു വരിക, തടി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരിക, കണ്ണിന്റെ ചുറ്റുഭാഗത്തും നിറവ്യത്യാസം കാണുക, ലഹരിയുടെ അടയാളാണ്. ഒഴിഞ്ഞിരിക്കാൻ ഇഷ്ടപ്പെടുക, ലഹരിയുടെ അടയാളാണ്. ഒറ്റക്കിരുന്ന് ദൂരേക്ക് നോക്കുക, ലഹരിയുടെ അടയാളമാണ്. ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു വരിക ലഹരിയുടെ അടയാളമാണ്. 100 രൂപയിൽ താഴെയുള്ള 50 രൂപ, 20 രൂപ, 10 രൂപ പോലത്തെ ചെറിയ പൈസ കാണാതാകുക വരെയെന്ന് ലഹരിയുടെ അടയാളമാണ്. ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൊബൈൽ, ലാപ്ടോപ്പ്, സൈക്കിൾ പോലത്തെ സാധനങ്ങൾ വിൽപ്പന നടത്താൻ വേണ്ടി ശ്രമിക്കുക എന്നത് ലഹരി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. വീട്ടിലായിരിക്കുമ്പോൾ വാതിൽ കുറ്റിട്ടിരിക്കാൻ ശ്രമിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളമാണ്. രാത്രി ഉറങ്ങുന്ന റൂമിൽ നിന്ന് ചന്ദനത്തിരിയുടെ വാസന വരുന്നത് ലഹരിയുടെ അടയാളമാണ്. രാവിലെ റൂം അടിച്ചു വാരുമ്പോൾ പേപ്പർ കത്തിച്ചതിൻ്റെ അടയാളം കാണുന്നത് ലഹരിയുടെ അടയാളമാണ്. റൂം വൃത്തിയാക്കുമ്പോൾ ചെറിയ ചെറിയ പെട്ടികൾ റൂമിൽ നിന്ന് ലഭിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളമാണ്. മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്ന ആളുകളുമായി അമിതമായ കൂട്ടുകെട്ടുണ്ടെങ്കിൽ ലഹരിയുടെ അടയാളമാണ്. അടുത്ത കുടുംബത്തോട് വലിയ ദേഷ്യം കാണിക്കുക എന്നത് ലഹരിയുടെ അടയാളമാണ്. ഉമ്മാനോടും പെങ്ങന്മാരോടും വലിയ ദേഷ്യം. അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം കാണിക്കുന്നു. ഇളയമാന്റെ മകളെ കെട്ടിച്ചോടുത്ത് ഇടക്കിടക്ക് പോകുന്നു. അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം കാണിക്കുന്നത് ലഹരിയുടെ അടയാളമാണ്. രാത്രി ഉറക്കം കുറയുന്നത്, അമിതമായ ഉറക്കം കുറഞ്ഞു വരുന്നത് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളമാണ്. പാൻറ് തിരുമ്പുമ്പോൾ പോക്കറ്റിൽ നിന്ന് ചന്ദനത്തിരി പോലെയുള്ളതിൻ്റെ വാസന വരുന്നുവെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. 3 കാര്യമാണ് വേണ്ടത്. ആദ്യം വേണ്ടത് അടയാളം ശ്രദ്ധിക്കുക. രണ്ടാമത് വേണ്ടത് ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കുക. ലഹരി എന്നത്, ലഹരിക്ക് അടിമപ്പെടുക എന്ന് പറഞ്ഞാൽ ചികിത്സിച്ചാൽ മാറുന്ന അസുഖമാണ്. നിലവിലെ സാഹചര്യത്തിൽ ചികിത്സിച്ചാൽ മാറും. അതുകൊണ്ട് ഡോക്ടറെ കാണിച്ച് ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കുക. ചിലപ്പോൾ കൗൺസിലിംഗ് കൊണ്ട് മാത്രം മാറിയേക്കാം, പക്ഷെ അധികവും മാറാൻ സാധ്യതയില്ല. പണ്ടത്തെ കള്ളുടിയൊക്കെ ആണെങ്കിലും മാറുമായിരുന്നു. പണ്ടത്തെ ലക്ഷണങ്ങളും അങ്ങനെയാണെന്നാ. പണ്ടൊക്കെ കള്ളുടിച്ചാൽ ഇങ്ങനെ WWW അങ്ങനെയാണ് വരിക. ഇപ്പൊ കള്ളുടിച്ച ആടൂല. ആ പണ്ടത്തെ സാധനം ആരെങ്കിലും പോയി കുടിച്ചെങ്കിൽ ആടിയെങ്കിലേ ഉള്ളൂ. വില കൂടിയതിനൊന്നും ആട്ടമില്ല, ആട്ടം നിർത്തി. പണ്ടൊക്കെ കള്ളുടിച്ചാല് കണ്ണുക്ക് നോക്കിയാൽ ചുവന്ന കളർ ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. കണ്ണിലൊറ്റിക്കണ മരുന്ന് അതിൻ്റെ ഒപ്പം കിട്ടും. അങ്ങനെയാണ്. പണ്ടൊക്കെ കള്ളുടിച്ചാൽ അടുത്തേക്ക് വരുമ്പോൾ ഒരു വാസന ഉണ്ടാവും. ഇപ്പോൾ വാസന ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഒപ്പം തൊള്ളയിലോട്ടുള്ള ഒരു പാക്കും കൂടിയും കൊടുക്കും. ഊതിൻ്റെ ഒക്കെ വാസന ഇക്കാരം. കള്ളുടിച്ച് വരുന്ന ആളെ കണ്ട ചിലപ്പം ദുബായിൽ നിന്ന് ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരിക എന്നൊക്കെ തോന്നുന്നു. ഊതിൻ്റെ ഒക്കെ വാസനയുള്ള പാക്ക് എന്നിട്ട്. അപ്പൊ ആ അടയാളമൊന്നും നടക്കൂല. പഴയ അടയാളമൊന്നും ഇപ്പം ഇല്ല. പുതിയ അടയാളങ്ങളാണ്. ഇനിയും മാറും. ഇപ്പൊ നിലവിലുള്ള അടയാളങ്ങളൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ ഞാൻ. അപ്പൊ ഒന്നാമത് അടയാളം നോക്കുക. രണ്ടാമത് ചികിത്സിക്കുക. അഡിക്ഷനെ ചികിത്സിക്കുക. എല്ലാ അഡിക്ഷനുകളും മാറുന്നതാണ്. ഇനിയിപ്പോ ലഹരിയേക്കാൾ വലിയ അഡിക്ഷൻ വേറെ ഉണ്ട് കേട്ടോ. ലഹരി ഒന്നല്ല വലിയ അഡിക്ഷൻ. ഏറ്റവും വലിയ അഡിക്ഷൻ ഗെയിം അഡിക്ഷനാണ്. ലഹരിയേക്കാൾ വലിയ അഡിക്ഷനാണ് ഗെയിം അഡിക്ഷൻ എന്ന് പറയുന്നത്. ലഹരി അതിൻ്റെ താഴെ ഉള്ളൂ. ശരിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയ അഡിക്ഷനായി കണക്കാക്കപ്പെട്ടുള്ളത് ഗെയിമാണ്. അതിൻ്റെ താഴെയാണ് ലഹരി ഉള്ളത്. എല്ലാവർക്കും ഉള്ളൊരു അഡിക്ഷൻ ഉണ്ട്. ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഒഴിവാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാൽ നമ്മളൊന്ന് സൂപ്പർ മാർക്കറ്റിൽ പോകുക പറഞ്ഞാണ്ട് ആ വണ്ടീൻ്റെ എടുക്കുക, അങ്ങോട്ട് ഉന്തിയിട്ട് കാണുന്നതൊക്കെ വലിച്ചിടുക. അവസാനം കീശയിലുള്ള കായൊക്കെ കടന്നിട്ട് കഴിഞ്ഞപ്പോൾ ATM കാർഡ് കൊടുക്കുക. അഡിക്ഷനാണ് സാധനം. സൂപ്പർ മാർക്കറ്റൊക്കെ പോണതിന് കുഴപ്പമൊന്നുമില്ല. ആദ്യം നമുക്ക് എന്തൊക്കെ വാങ്ങേണ്ടതെന്നുള്ളതിൽ തീരുമാനം വേണം. അങ്ങനെ ചെന്നതിൻ്റെ ശേഷം നമ്മൾ വാങ്ങാൻ ചെന്ന സാധനങ്ങൾ വാങ്ങുക, അതിൻ്റെ ബില്ലടച്ചങ്ങാണ്ട് പോരുക. അല്ലാത്തത് അഡിക്ഷനാണ്. ശരിക്കും കണ്ടാൽ വാങ്ങാൻ തോന്നുക എന്നുള്ളത് അതും ഒരു അഡിക്ഷനാണ്. പക്ഷെ നോർമലാണ്. വലിയൊരു കുഴപ്പമൊന്നുമില്ല എന്ന് മാത്രം. കായ് കുറച്ചാണ്ട് പോകുന്നേ ഉള്ളൂ, ഒന്നും സംഭവിക്കൊന്നുമില്ല. അതേ സമയത്ത് ഗെയിം അഡിക്ഷൻ അങ്ങനെയല്ല. ഗെയിം അഡിക്ഷൻ ജീവൻ കളി. മറ്റൊന്നാണ് ലഹരിയുടെ അഡിക്ഷൻ എന്ന് പറയുന്നത്. ലഹരി അഡിക്ഷൻ ചികിത്സിച്ചാൽ മാറും. അപ്പോൾ ഒന്നാമത്തേത് അടയാളങ്ങൾ ശ്രദ്ധിക്കലാണ്.
രണ്ടാമത്തേത് ചികിത്സിക്കലാണ്. മൂന്നാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. എവിടെ നിന്നാണോ ഈ മുസീബത്ത് പിടികൂടിയത് ആ വഴിക്ക് പിന്നെ പറഞ്ഞേക്കാൻ പാടില്ല. കാരണം ലഹരിയുടെ ഉപയോഗം എന്നത് പൈശാചികതയാണ്. അത് മടങ്ങി വരും. അതുകൊണ്ട് ആ വഴിക്ക് പിന്നെ പറഞ്ഞേക്കാൻ പാടില്ല. എത്ര ഉറുപ്പ്യന്റെ നഷ്ടം ഉണ്ടായാലും ശരി, എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായാലും ശരി, ഉടച്ചോനെ റബ്ബേ ഇങ്ങോട്ട് നോക്കി മനുഷ്യന്മാരെ, എത്ര ഉറുപ്പ്യന്റെ നഷ്ടം ഉണ്ടായാലും ശരി, ഏത് കോഴ്സ് നഷ്ടപ്പെട്ടാലും ശരി, ഏത് ഹോസ്റ്റലിൽ നിന്ന് പോരേണ്ടി വന്നാലും ശരി, ഏത് സൂപ്പർ മാർക്കറ്റ് ഒഴിവാക്കേണ്ടി വന്നാലും ശരി, എവിടുന്നാണോ തുടങ്ങിയത് അവിടേക്ക് പിന്നെ പറഞ്ഞേക്കാൻ പാടില്ല. പറഞ്ഞയച്ചാൽ രണ്ടാമത് പിടികൂടും. ലഹരിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഒരാൾ കള്ളുടിച്ചിരുന്ന ആള് മുസ്ലിമായി എന്ന് വിചാരിക്കുക, 4 കൊല്ലം കഴിഞ്ഞ് കള്ള് ഷാപ്പിന്റെ അടുത്ത് എത്തിയാലും ഓന് പിന്നെയും കുടിച്ചാൽ തോന്നും. വിശ്വാസം കൊണ്ട് സ്വഭാവം മാറൂല എന്നാണ്. സ്വഭാവം തലമുറകൾ മാറിയാലേ മാറുള്ളൂ. അവർ സ്വഭാവം വന്നു പെട്ട് കഴിഞ്ഞാൽ പിന്നെ പോകാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ആ സാഹചര്യത്തിൽ നിന്ന് അവനെ മാറ്റണം. സാഹചര്യം പഴയത് തന്നെയാണെങ്കിൽ പഴയതിലേക്ക് മടങ്ങും. അത് ഞാൻ 10,000 ഉറുപ്പ്യന്റെ ഗുളി കൊടുത്തു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. 8 ദിവസം ഓനെ അഡ്മിറ്റ് ആക്കി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. പഴയ സാഹചര്യത്തിലേക്ക് മടങ്ങിയാൽ പഴയതുപോലെ കുടിയനാവും. അപ്പൊ കൂട്ടത്ത് പറഞ്ഞതാണ്, നദാഫത്ത് പറഞ്ഞതാണ്, വൃത്തിയെക്കുറിച്ച് പറഞ്ഞതാണ്. ലഹരി ഉപയോഗിക്കുന്നവർക്ക് വൃത്തിയാക്കാൻ ഇഷ്ടമുണ്ടായിരിക്കില്ല. കുളിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല, ബാത്റൂം പോകാൻ ഇഷ്ടം ഉണ്ടാവില്ല, മൂത്രമൊഴിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല. കക്കൂസ് പോകാനൊക്കെ മുട്ടിയാലോ ഇങ്ങനെയൊക്കെ കാട്ടിയിട്ട് പരമാവധി അഡ്ജസ്റ്റ് ചെയ്യും. അവന് പോകാൻ തോന്നൂല. ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളമാണ്. അഡിക്ഷനാണ് സാധനം. അപ്പൊ വൃത്തി എന്ന് പറയുന്നത് കുട്ടികൾക്ക് ചെറുപ്പം മുതലേ പഠിപ്പിക്കണം. വസ്വാസ് പഠിപ്പിക്കണം എന്നല്ല ഈ പറഞ്ഞ കേട്ടോ. വൃത്തി ഉണ്ടാക്കിങ്ങാണ്ട് അവസാനം ടാങ്കിത്തെ വെള്ളം മുഴുവൻ തീർക്കാനൊന്നും പറ്റൂല. വസ്വാസ് വേറെയും വൃത്തി വേറെയാണ്. വസ്വാസ് ശൈത്താനിയത്താണ്, വൃത്തി ഈമാനാണ്. ഒന്ന് രാവുമാണ്, ഒന്ന് പകലുമാണ്, ഒന്ന് വടക്കോട്ടുമാണ്, ഒന്ന് തെക്കോട്ടുമാണ്. വസ്വാസ് എന്നുള്ളത് ശൈത്താനിയത്താണ്. കഴുകിങ്ങാണ്ട് ടാങ്കിത്തെ വെള്ളം മുഴുവൻ തീർക്കുക എന്നുള്ളതാണ് വസ്വാസ്. അത് അനുവദിക്കപ്പെട്ടതല്ല. അത് വടക്കോട്ടുമാണ്, മറ്റേ തെക്കോട്ടുമാണ്. ഒന്ന് ഇലാഹിയത്തും മറ്റൊന്ന് ശൈത്താനിയത്തുമാണ്. അപ്പൊ രണ്ടും ഒന്നാണെന്ന് വിചാരിക്കരുത്. വസ്വാസികർക്ക് അങ്ങനെ ഒരു വാദം ഉണ്ടാവും. ടാങ്കിത്തെ വെള്ളമൊക്കെ കഴിച്ചാണ്ട് അത് വൃത്തിയാക്കിയതാണെന്ന് പറയും. അത് വൃത്തിയാക്കിയതല്ല, വസ്വാസം. വൃത്തി എത്ര വേണ്ടത്? വൃത്തി പരിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാം എത്രയാണോ പറഞ്ഞിട്ടുള്ളത് അത്രയേ വേണ്ടതുള്ളൂ. അതിനപ്പുറത്തേക്ക് വേണ്ടതില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടല്ലേ ഞാൻ പറയണേ. ഇവിടെ നിസ്കരിക്കാൻ പറ്റുമോ? അപ്പം പറ്റുമോ? എന്താ പറ്റായി? വൃത്തി ഉണ്ടാവൂലെന്നോ? അപ്പോ വൃത്തി ഉണ്ട് എന്ന് ഉറപ്പ് വേണം. അപ്പോ വൃത്തി ഉണ്ട് എന്ന് ഉറപ്പ് വേണം. ഉറപ്പ് വേണോ? ആഹാ, അത് ശരി. അപ്പൊ ഇവിടെ കേൾക്കേണ്ടി വരും ഏതായാലും അല്ലേ? പിന്നെ വൃത്തി ഉണ്ട് എന്ന് ഉറപ്പില്ലെങ്കിൽ നേസാണെന്നല്ലേ അതിന്റെ അർത്ഥം. സത്യത്തിൽ വൃത്തിക്കാൻ നജസിനെ ഉറപ്പ് വേണ്ടേ? വൃത്തിക്കാൻ നജസിനെ ഉറപ്പ് വേണ്ടേ? നജസിനല്ല ഉറപ്പ് വേണ്ടേ? അപ്പൊ വൃത്തിക്ക് ഉറപ്പ് വേണ്ടല്ലോ. ഈ സാധനം നജസാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ കഴുകണമെന്നാണോ, വൃത്തിയാണെന്ന് ഉറപ്പായാൽ ഉപയോഗിക്കാം എന്നാണോ നിയമം? ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ, ഒന്ന് സംശയം ഉണ്ടാവുള്ളൂ. ഏതാ നിയമം? ഇത് നജസാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ കഴുകണമെന്നല്ലേ നിയമം. നജസാണെന്ന് ഉറപ്പില്ലാത്ത കാലത്തോളം ഈ സാധനം എന്താണ്? ശുദ്ധിയുള്ളതാണ്. അപ്പൊ ഇവിടെ നിസ്കരിക്കാൻ പറ്റുമോ? പറ്റും. എത്ര കാലം പറ്റും? നജസാണ് എന്ന് ഉറപ്പ് വരാത്ത കാലത്തോളം പറ്റും. നമ്മൾ നേരെ ഓപ്പോസിറ്റാ മനസ്സിലാക്കിയിട്ടുള്ളത്. ത്വഹാറത്തിനല്ല ഉറപ്പ് വേണ്ടത്, നജസിനാണ് ഉറപ്പ് വേണ്ടത്. ശുദ്ധിക്ക് ഉറപ്പ് ആവശ്യമില്ല. നജസാണെന്ന് ഉറപ്പില്ലാത്ത എല്ലാ സ്ഥലവും ശുദ്ധിയുള്ളതാണ്. നമ്മൾ നേരെ ഓപ്പോസിറ്റ് മനസ്സിലാക്കിയതാണ് പ്രശ്നം. ഞാൻ ഇന്ത്യൻ പുറമെ 66 നജസുകൾ വിട്ടുവീഴ്ചയുണ്ട് എന്ന് എല്ലാ ഫിഖിന്റെ കിതാബിലും പറഞ്ഞിട്ടുണ്ട്.